ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട സർക്കാരാണ് 2021 അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി വിജയൻ സർക്കാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവൈകല്യങ്ങൾ മാത്രമല്ല ഈ സർക്കാർ ഇത്തരത്തിലൊരു ദുരന്തമായതിന് കാരണം. നേരെ മറിച്ച് പിണറായി വിജയൻ എന്ന വാത്സല്യനിധിയായ പിതാവ് തന്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടി സമ്പൂർണമായും CPM-ൽ നിന്ന് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 2021 തന്റെ രണ്ടാം മന്ത്രിസഭ രൂപീകരിച്ചത്. തൽഫലമായി ഭരണപരിചയമില്ലാത്ത, ഭരണനൈപുണ്യമില്ലാത്ത മന്ത്രിമാരുടെ ഒരു കൂട്ടമായി കേരളത്തിന്റെ മന്ത്രിസഭ അധപതിക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ, അല്ലെങ്കിൽ 2026 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സര രംഗത്തിറങ്ങിയാൽ CPM-ന്റെ ഏതൊക്കെ മന്ത്രിമാർ ഉറപ്പായും തോൽക്കും എന്ന കാര്യമാണ് ഈ വീഡിയോ വിശകലനം ചെയ്യുന്നത്. തോൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ഒന്നാം പേരുകാരി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇരിങ്ങാലക്കുട MLA-യുമായ ആർ ബിന്ദുവാണ്. ബിന്ദുവിന്റെ ഭരണതലത്തിലെ നയവൈകല്യങ്ങളും തുഗ്ലക് നയങ്ങളും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ഈ സംസ്ഥാനം വിട്ട് കൂട്ടത്തോടെ പലായനം ചെയ്യുവാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, കൃത്യമായി പറഞ്ഞാൽ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും സമ്പൂർണമായി തകർച്ചയുടെ വക്കിലാണ് എന്ന് നാം പറയേണ്ടി വരും. അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം കേരളത്തിലെ എയ്ഡഡ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ 50% ബിരുദ സീറ്റുകളും ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നിരവധി സ്വാശ്രയ കോളേജുകൾ ഇതിനോടകം തന്നെ പൂട്ടിക്കെട്ടി. ഈ സാഹചര്യത്തിൽ സ്വകാര്യ സർവകലാശാലയെ കേരളത്തിലേക്ക് എത്തിച്ച് വലിയ പണക്കൊയ്ത്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ CPM ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആത്യന്തികമായി ഇത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാർ ധനസഹായത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള CPM-ന്റെയും സർക്കാരിൻ്റെയും തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. തോൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയിലെ രണ്ടാം പേരുകാരൻ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ചെങ്ങന്നൂർ MLA-യുമായ സജി ചെറിയാനാണ്. ഭരണഘടനയെക്കുറിച്ച് നടത്തിയ നിന്ദ്യമായ പരാമർശങ്ങൾ ഒരു വട്ടം സജി ചെറിയാന്റെ മന്ത്രി പദവി തെറിപ്പിച്ചതാണ്. എന്നാൽ പിണറായി വിജയന്റെ പ്രീതി പിടിച്ചുപറ്റി സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുകയായിരുന്നു. കേരയിൽ വിരുദ്ധ സമരകാലത്ത് സ്വന്തം വോട്ടർമാരോട് സജി ചെറിയാൻ സ്വീകരിച്ച ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ മാത്രം മതി സജി ചെറിയാൻ ഒരു വട്ടം കൂടി ചെങ്ങന്നൂരിൽ നിന്ന് നിയമസഭയിൽ എത്തില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ. തോൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയെടുത്താൽ മൂന്നാം പേരുകാരൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലാണ്. KN ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി സമ്പൂർണമായും ധനകാര്യ മാനേജ്മെന്റിൽ പരാജയമായതുകൊണ്ടാണ് കേരളം ഇന്ന് 5 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടമുള്ള സംസ്ഥാനമായി മാറിയത്. കൊട്ടാരക്കര എന്ന CPM ശക്തി കേന്ദ്രത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ UDF-ന് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞാൽ KN ബാലഗോപാലിനെ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തോൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ നാലാം പേരുകാരൻ മറ്റാരുമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും നേമം MLA-യുമായ വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഒറ്റ കാര്യമേ പറയാനുള്ളൂ: ശിവൻകുട്ടി നേമത്ത് നിന്ന് വീണ്ടും മത്സരിച്ചാൽ കേരളത്തിൽ താമര നേമത്ത് വീണ്ടും വിരിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. തോൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയിലെ അഞ്ചാം പേരുകാരൻ കേരളത്തിന്റെ വ്യവസായ മന്ത്രി P രാജീവാണ്. PR പ്രചാരണങ്ങൾക്കപ്പുറം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. യൂട്ടേൺ പോലും ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന മന്ത്രി എന്ന ഖ്യാതിയാണ് P രാജീവ് ഈ കാലയളവ് കൊണ്ട് നേടിയെടുത്തത്. പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ വട്ടം കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു വന്നെങ്കിലും മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുത്ത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ മത്സരത്തിനിറങ്ങിയാൽ P രാജീവിന്റെ പതനം ഉറപ്പാണ് എന്ന് ഏത് രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിക്കും കേരളത്തിൽ പറയാൻ സാധിക്കും. പിണറായി വിജയൻ മന്ത്രിസഭയിലെ CPM പ്രതിനിധികളിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ആറാമത്തെ മന്ത്രി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. വീണ ജോർജിന്റെ ആശാവർക്കർമാരോടുള്ള ധാർഷ്ട്യം നിറഞ്ഞ സമീപനവും പത്തനംതിട്ട ജില്ലയിലെ CPM പ്രവർത്തകരും നേതാക്കളും തന്നെ വീണ ജോർജിനെ തോൽപ്പിക്കുവാനായി മുണ്ട് മടക്കി കുത്തി നിൽക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ആറന്മുളയിലേക്ക് നിയോഗിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം മാത്രമാകും 2026 തെരഞ്ഞെടുപ്പിൽ UDF-നുള്ളത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള CPM മന്ത്രിമാരുടെ പട്ടികയിലെ അവസാന പേരുകാരൻ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായ തൃത്താല MLA MP രാജേഷാണ്. ബ്രൂവറി അഴിമതി പാലക്കാട് ജില്ലയിലും സ്വന്തം നിയോജക മണ്ഡലമായ തൃത്താലയിലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ ജനവികാരം ഉയരുവാൻ കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മന്ത്രിസഭയുടെ ആദ്യകാലത്തുണ്ടായിരുന്നത് പോലെ സ്പീക്കറായി തുടർന്നിരുന്നുവെങ്കിൽ MP രാജേഷിന് ഒരു വട്ടം കൂടി തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യത മുന്നിലുണ്ടായിരുന്നു. എന്നാൽ VT ബൽറാമിനെ പോലെ തൃത്താലയുടെ മുൻ MLA ആയ ജനകീയനായ ഒരു എതിരാളി
തൃത്താരയിൽ രാജേഷിനെതിരെ മത്സരത്തിനിറങ്ങിയാൽ ഇവിടെയും UDFിന്റെ വിജയം ഉറപ്പാണ്. ഈ ചിന്തകളും രാഷ്ട്രീയ വിശകലനങ്ങളും നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.